പ്രൊമോയിൽ കണ്ട സംഭവങ്ങളൊക്കെ ഇപ്പോൾ ലൈവിൽ നടക്കുകയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ എന്താ നമ്മുടെ ആദില പോകുന്നതിന് മുമ്പ് അക്ബറിനെ കരുവാരി തേക്കാനായിട്ട് നീ പോവുകയാണെങ്കിൽ പുറത്ത് ഇറങ്ങി എൻ്റെ പി ആറിൻ്റെ അടുത്ത് നീ വിളിച്ച് പറയണമെന്ന് പറഞ്ഞിട്ട് അനുമോള് ആദിലയ്ക്ക് പി ആറിൻ്റെ നമ്പർ എഴുതി കൊടുത്തു എന്ന് ആദില പറഞ്ഞു അത്രേ. അപ്പോൾ ഇതേ തുടർന്ന് ഇതിപ്പോൾ അനുമോൾ അറിഞ്ഞിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിഞ്ഞിട്ടാണ് ഈ വിഷയങ്ങൾ തുടങ്ങുന്നത്. അവിടെ ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അവരുടെ നമ്പർ എനിക്കും തന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ നമ്പറാണ് അവർക്ക് കൊടുത്തത്, പുറത്തിറങ്ങിയ വിളിക്കുമ്പോൾ ചിലപ്പോൾ ചേച്ചി ആയിരിക്കും എടുക്കണേന്നാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ ആരെയും കരിവാരി തേക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല, പി ആറിനെ വിളിച്ച് കരിവാരി തേക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അനുമോള് കരയുന്നത്. ആദിലയും നൂറയും പറയുന്നതൊക്കെ വിശ്വസിച്ചിട്ടാണ് അക്ബറൊക്കെ നിൽക്കുന്നത്. കുറേ ആൾക്കാർ അവർ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അകത്ത് നിൽക്കുന്നത്. എന്തായാലും എനിക്കിതിനകത്ത് എന്താണ് സത്യം എന്നുള്ളത് അറിയില്ല. അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. നമ്മൾ എവിടെയും കേട്ടിട്ടില്ല പറയുന്നതായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം, നൂറ ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ നൂറ സംസാരിക്കുന്നില്ല. അവിടെയാണ് ഇതിനകത്ത് സംശയം. നൂറ ഉറപ്പിച്ച് പറയുന്നില്ല. സാധാരണ ആദിലയും നൂറയും അറിയാത്ത എന്ത് കാര്യമാണ് അവിടെ ഉള്ളത്? അവരെല്ലാ ദിവസവും ഗെയിമുകൾ ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ്, എല്ലാം പറയുന്നവരാണ്. അപ്പോൾ ഈ കാര്യത്തിൽ നൂറ സ്ട്രോങ് ആയിട്ട് പറയുന്നില്ല. നീ എന്താ പറയുന്നത്, നീ അല്ലേ പറഞ്ഞത് ആദിലയുടെ അടുത്ത് നിന്റെ പി ആറിനെ വിളിച്ച് പറയാനെന്നും പറഞ്ഞുകൊണ്ട് സ്ട്രോങ് ആയിട്ട് പറയുന്നില്ല. അവിടെ ഒരു ഡൗട്ട് എനിക്കുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നതിനകത്ത് കുറച്ച് സത്യം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദിലയുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നൂറ സ്ട്രോങ് ആയിട്ട് സംസാരിക്കേണ്ടതാണ്. ഇവിടെ നൂറ പറയുന്നത്, നൂറയുടെ അടുത്ത് അനുമോള് പോയി ചോദിക്കുന്നുണ്ട്, നിനക്കറിയാലോ സത്യം, നീ പറ എന്നൊക്കെ പറയുമ്പോൾ നൂറ പറയുന്നത് ഇത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ, എനിക്കറിയില്ല, എനിക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ എന്ന് പറഞ്ഞിട്ട് ഊരിപ്പോകുന്ന പോലെ തോന്നി നൂറ ഇതിൽ നിന്ന് ഇടപെടാതെ. അവിടെ എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചു. അത് ആദില കള്ളം പറഞ്ഞതാവാം ചിലപ്പോൾ, നമുക്കറിയില്ല. ഞാൻ അതുകൊണ്ട് ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല. എന്താണ് ലൈവ് കണ്ട പ്രേക്ഷകർക്ക് തോന്നിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ.